പുതിയ ഉച്ചഭക്ഷണ മെനു പ്രാവർത്തികമാക്കി പാലാ സെന്റ് മേരീസ് എൽ പി സ്കൂൾ. വ്യത്യസ്തമായ വിഭവങ്ങളാണ് കുട്ടികൾക്കായി തയ്യാറാക്കുന്നത്. PTA പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരിച്ച സ്കൂൾ ഉച്ചഭക്ഷണ മെനു നടപ്പിലാക്കി പാലാ സെന്റ് മേരീസ് LP സ്കൂൾ. വിവിധ ദിവസങ്ങളിൽ ക്യാരറ്റ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് കുട്ടികൾക്കായി തയ്യാറാക്കുന്നത്. PTA പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ മെനു അനുസരിച്ച് ഇപ്പം എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മുടെ പാലാ സെന്റ് മേരീസിലും ഇപ്പോൾ സാധിക്കുന്ന പോലെയുള്ള ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തമായ ഭക്ഷണ രീതികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൂടെ കൊടുക്കുന്നത് ഫ്രൈഡ് റൈസും സോയാബോൾ റോസ്റ്റായിട്ട്, പിന്നെ അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതുമായിട്ടാണ് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ ആഴ്ചയിലും തന്നെ ഒരു ദിവസം നോർമൽ ചോറും കറികളും എന്നുള്ള രീതിയിൽ നിന്ന് മാറി നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ക്യാരറ്റ് റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസ് ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അത് പിന്നെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈഡ് റൈസിന് കൊടുത്ത് ചിക്കൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എഗ് ഫ്രൈഡ് റൈസ് കൊടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ അത് വേണ്ടാത്ത കുട്ടികൾക്ക് അന്ന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അന്ന് അങ്ങനെ ഒരു നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും എല്ലാം സഹകരണത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ കുട്ടികൾക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സ്പോൺസറുടെ സഹായത്തോടെ നൽകുവാൻ ഒരുങ്ങുകയാണ് സ്കൂൾ. ഫ്രൈഡ് റൈസും സോയാബോൾ കുറുമയും മുട്ട പുഴുങ്ങിയതുമാണ് നൽകിയത്. പരിപാടികൾക്ക് ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചിരാങ്കുഴി, PTA പ്രസിഡന്റ് ജോഷുബ ജെയിംസ്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മഞ്ജുഷ ടോണി, അധ്യാപകരായ സിസ്റ്റർ ലിജി, ബിൻസി സെബാസ്റ്റ്യൻ, ലീജ മാത്യു, മാഗി ആൻഡ്രൂസ്, സിസ്റ്റർ ജസ് മരിയ, ലിജു ആനിത്തോട്ടം, നിനു ബേബി, കാവ്യമോൾ മാണി, ജോളിമോൾ തോമസ്, സിസ്റ്റർ മരിയ റോസ് എന്നിവർ നേതൃത്വം നൽകി. ഐഫോറിയ ന്യൂസ്, പാലാ.